ഫ്രണ്ട്സ്, നമ്മുടെ കേരള ഹൈക്കോർട്ടിൻ്റെ ഒരു വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നു. റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പെർമനൻറ്റ് വാക്കൻസിയാണ്. ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ഡേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ പറയുന്ന ജൂൺ 5 മുതലാണ് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പേജിലേക്കായിരിക്കും, നമ്മുടെ വെബ്സൈറ്റിലേക്കായിരിക്കും വരിക. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ കാണാം, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാം, ഓക്കെ, അതായത് ഈ പറയുന്ന നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരാഴ്ച മുൻപ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ എക്സാം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിലേക്ക് നമുക്ക് കോൾ ലെറ്റർ ലഭിക്കുക, അതോടൊപ്പം തന്നെ നമുക്ക് ഡിഗ്രി എടുത്തവർക്ക് ഈ പറയുന്ന അപേക്ഷയിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവനായിട്ടും കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വീഡിയോ മുഴുവനായിട്ടും കാണാം. ഇതിൽ നോട്ടിഫിക്കേഷനുമായി സംബന്ധിച്ച് നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഞാൻ കാണിക്കുക. ഇതാണ് നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് 30/5/2024 വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന പറഞ്ഞ ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഈ പേജിലേക്കായിരിക്കും വരിക. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് ലിങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കും. ഇതൊക്കെ ഞാനിപ്പം നിങ്ങൾക്ക് കറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ, വീഡിയോ കഴിയുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോസ് കാണാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് കണ്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ഓൺലൈനായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഹൈക്കോർട്ടിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കാം, അതിനുശേഷം എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതും കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോ സെലക്ട് ചെയ്താൽ താഴെ ഇങ്ങനെ നോക്കിയാൽ ഡേറ്റ് അടിസ്ഥാനത്തിൽ വീഡിയോസ് ഇങ്ങനെ കാണാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം നേരിട്ട് നമുക്ക് ഇതിലേക്ക് ഓൺലൈൻ അപേക്ഷയുടെ ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഹൈക്കോർട്ടിലേക്ക് OTR, അതായത് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുകയാണ്. അപ്പം 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്കാണ് ഇത് യൂസ്ഫുൾ ആകുക. അതായത് നമ്മൾ ഹൈക്കോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു തവണ അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ PSC ഒക്കെ പോലെ തന്നെ OTR 1 ടൈം രജിസ്ട്രേഷൻ നമ്മൾ ഈ പറയുന്ന കേരള ഹൈക്കോർട്ടിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള പോർട്ടലിൽ നമ്മൾ എന്ത് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു പേജിലായിരിക്കും നിങ്ങൾ വന്നിരിക്കുക. ലിങ്ക് കാര്യങ്ങളൊക്കെ തരും കേട്ടോ. അപ്പോൾ ഈ പേജിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം, ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മൾ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യണം. ഓൾറെഡി നമ്മളിതിൽ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജാണ് വരുന്നത് കേട്ടോ. നിങ്ങളുടെ യൂസർ ഐ ഡിയും അതുപോലെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും പഠിച്ച അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേര് കൊടുക്കുക, മെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ദെൻ നിങ്ങൾക്ക് ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ആയിരിച്ചാൽ കൊടുക്കുക, സിറ്റിസൺഷിപ്പ് ഇന്ത്യ എന്ന് കൊടുക്കുക, ദെൻ സിറ്റിസൺഷിപ്പ് നിങ്ങൾക്ക് ബൈ ബർത്ത് ആണോ രജിസ്ട്രേഷൻ ആണോ ആയിരിച്ചാൽ നിങ്ങളത് കൊടുക്കുക. ദെൻ സെലക്ട് ഈ കേരളൈറ്റ് ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ കേരളൈറ്റ് ആണോ, കേരളത്തിലുള്ളവരാണെങ്കിൽ കേരളൈറ്റ് എന്ന് കൊടുക്കുക, കേരളത്തിൽ പുറത്തുള്ളവരാണെങ്കിൽ നോൺ കേരളൈറ്റ് എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കേരളത്തിൽ നിന്ന് കൊടുക്കുക. അതിനുശേഷം കാറ്റഗറി SC OBC ഏതാഴ്ച അതിനനുസരിച്ച് കൊടുക്കാം. ദെൻ നമ്മളൊരു മാനുവലായിട്ടൊരു യൂസർ നെയിം ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, കൺഫേം യൂസർ ID എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതേ സെയിം യൂസർ ID ഇവിടെ കൊടുക്കണം. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ കാണിക്കാം. നമ്മുടെ ചാനലിൻ്റെ പേര് GOCL ആണല്ലോ. അപ്പോൾ അത് വെച്ച് ഞാനൊരു യൂസർ നെയിം ഇതിൽ അടിച്ച് കാണിച്ചു തരാം. GOCL 123 എന്ന് കൊടുക്കുകയാണ് ഞാൻ യൂസർ നെയിം ആയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും നമ്മളെന്താണ് GOCL 123 എന്ന് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ സെയിം പാസ്വേഡ് തന്നെ മാനുവലായിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ക്യാപ്ച കോഡും അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെൻഡ് OTP ഫോർ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് മെയിലേക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന OTP കാര്യങ്ങൾ വരും. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഈ ബാക്കി കാര്യങ്ങൾ ഞാൻ ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഫില്ല് ചെയ്ത് ഞാനിവിടെ ക്യാപ്ച കോഡ് അടിച്ചു കൊടുക്കുകയാണ്. ക്യാപ്ച കോഡ് അടിച്ചു, സെൻഡ് OTP എന്നുള്ളത് കൊടുക്കുക. ഇനി നമ്മൾ ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്കോ മെയിൽ IDയിലേക്കോ OTP വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഞാൻ OTP അടിച്ച് ഇവിടെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്ന് നിങ്ങൾക്കൂടെ ഒരു പോപ്പപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഓക്കെ ഒന്ന് കൊടുക്കുക നമ്മൾ. ഓക്കെ, അപ്പോൾ ഇനി നേരെ പേജ് ഓട്ടോമാറ്റിക്കായി ലോഡായിട്ട് എന്തെങ്കിലും ലോഗിൻ പേജിലേക്ക് പോകും. ഇനി അങ്ങനെ പോയിട്ടില്ലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ പേജിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ തരാം കേട്ടോ. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ യൂസർ നെയിം ഇവിടെ കൊടുക്കണം. അപ്പോൾ ഞാൻ GOCL @123 എന്നല്ലേ, @123 എന്നാണ് യൂസർ നെയിം ആയിട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ നമ്മുടെ പാസ്വേഡ് നമ്മൾ കൊടുക്കണം. നമ്മൾ അടിച്ച പാസ്വേഡ്, നമ്മൾ ഉണ്ടാക്കിയ പാസ്വേഡ് ഇല്ലേ, അത് നമ്മൾ കൊടുക്കണം കേട്ടോ. പാസ്വേഡ് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഈ ക്യാപ്ച കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക, സെക്യൂരിറ്റി കോഡ്. എന്നിട്ട് ഇവിടെ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ GOCL എന്നുള്ളത് ഞാൻ എന്നുള്ളത് കൊടുത്തിരുന്നു. അപ്പോൾ അത് വേണ്ട, അത് കാരണം അത് ഞാൻ ഇട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് GOCL 123 എന്നാണ് കൊടുത്തിരുന്നത് കേട്ടോ. ഞാൻ മാറി അടിച്ചതാണ്, അതുകൊണ്ടാണ് അത് ഇൻവാലിഡ് കാണിച്ചത്. ജസ്റ്റ് ഞാൻ ലോഗിൻ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലോഗിൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. ഇവിടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്ലൈ ആവുന്നുള്ളതിൽ ഒന്ന് വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ഈ പറയുന്ന ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്ന നോട്ടിഫിക്കേഷനാണ് കേട്ടോ.
പിന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ്, എക്സാം, പിന്നെ ആൻസർ കീ, എന്നിട്ട് അഡ്മിഷൻ ടിക്കറ്റ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ വരും. ഓക്കെ, അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വരും. ഓക്കെ, ഡൗൺലോഡ് ചെയ്യാനുള്ള ഷോർട്ട് ലിസ്റ്റ്, ആധാർ ലിങ്കിങ്, അഫിഡവിറ്റ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പം 1 ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല. ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാണ്ട്. ഇപ്പം ജസ്റ്റ് നമ്മൾ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, രജിസ്റ്റർ ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇവിടെ ലെഫ്റ്റ് സൈഡ് ഇവിടെ കാണാം മൈ പ്രൊഫൈൽ. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊഫൈൽ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ പ്രൊഫൈൽ എന്നുള്ള ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഫില്ല് ചെയ്യാം. ഓക്കെ, പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ പേര് ഇവിടെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൽ ചെയ്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്താണ്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ പിന്നീട് ചെയ്തിട്ട് അൺമാരീഡ് ആണ് വെച്ചാൽ നിങ്ങളത് ഫില്ല് ചെയ്യുക. പിന്നെ അഡ്രസ്സ് കൊടുക്കുക, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് 2 സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ കോപ്പി അഡ്രസ്സ് എന്നുള്ളത് ജസ്റ്റ് ഇനേബിൾ ആക്കിയാൽ മുകളിൽ കൊടുത്ത കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് പെർമനൻറ്റ് അഡ്രസ്സിൻ്റെ ആ ഒരു ഭാഗത്ത് ഫില്ല് ആയിക്കോളും. ഇപ്പോൾ 2 ഒന്നാണെങ്കിൽ. ഇനി അതല്ല 2 സെപ്പറേറ്റ് ആണെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ തന്നെ കൊടുക്കണം കേട്ടോ അഡ്രസ്സ്. അതിനുശേഷം നിങ്ങളുടെ കൺട്രി ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്യുക. പ്ലേസ് ഓഫ് ബർത്ത് ഇവിടെ അടിച്ചു കൊടുക്കുക, ഏത് പ്രദേശത്താണ് നമ്മൾ ജനിച്ചത്. ദെൻ നമ്മുടെ മദർ ടങ് ഏതാണ്, അതായത് നമ്മുടെ മാതൃഭാഷ ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അടിച്ചു, കേരളം ആണെങ്കിൽ മലയാളം എന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മളോട് അടുത്ത് ചോദിക്കുന്നത് സെൻട്രൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നമ്മൾ പെർമനൻറ്റ് വിങ്ങിൽ നമ്മൾ ജോലി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ നോ കൊടുക്കുക, അങ്ങനെയുള്ളവർ യെസ് കൊടുക്കണം. പിന്നെ ഏതൊക്കെ ലാംഗ്വേജസ് നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഇംഗ്ലീഷ്, റീഡ്, റൈറ്റ് ഏതാ നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചാൽ അതൊക്കെ അനുസരിച്ച് കൊടുക്കുക. മലയാളം, ഓക്കെ. ദെൻ ഹിന്ദി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അറിയുന്നത് കൊടുക്കാം. ഓക്കെ, അറിയാത്തത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ആ ലെവലിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, ടിക്ക് ചെയ്യാം. അതിനുശേഷം ID കാർഡ് ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എക്സാമിനേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു ID കാർഡ് കൊണ്ടുപോകണം. അപ്പോൾ അത് നമുക്ക് നമ്മളെ കയ്യിൽ ഒന്നെങ്കിൽ ആധാർ കാർഡ് ആകാം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് ഇതിലേതെങ്കിലും മതി. വോട്ടർ ID, പാൻ കാർഡ് ഏതെങ്കിലും. ഞാൻ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ID നമ്പർ നമ്മളിവിടെ അടിച്ചു കൊടുക്കണം കേട്ടോ. നമ്പറോടെ അടിച്ചു കൊടുക്കണം. അതിനുശേഷം 2 ID കാർഡ് കൊടുക്കണം. ഒന്ന് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കൊടുത്തത്, രണ്ടാമത്തെ ഞാൻ ഇവിടെ വോട്ടർ ID ആണ് കൊടുക്കുന്നത്. അപ്പോൾ മിനിമം 2 നമ്മളിവിടെ നിർബന്ധമായിട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഈ ആധാർ കാർഡ്, പാസ്പോർട്ട് ഏതാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ മെയിൽ ID ഇവിടെ നിങ്ങൾ കൊടുത്തേ കറക്റ്റാണോ ചെക്ക് ചെയ്യാം. മൊബൈൽ നമ്പർ, പിന്നെ നമ്മുടെ അഡീഷണൽ മൊബൈൽ നമ്പർ ഉണ്ടാവും കൊടുക്കാം, നിർബന്ധമില്ല. ലാൻഡ് നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഗെറ്റ് OTP എന്ന് കൊടുക്കാം. ഇതൊക്കെ ഞാൻ ഫില്ല് ചെയ്തിട്ടൊന്ന് കാണിക്കാം കേട്ടോ. ഞാൻ അതൊക്കെ ഫില്ല് ചെയ്തു എന്നതിന് ശേഷം മുകളിലുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തു. ഇനി ഗെറ്റ് OTP എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു OTP വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മെയിലിലേക്ക് OTP വരും, മൊബൈലിലേക്കും വരും കേട്ടോ. അപ്പം നമ്മുടെ മൊബൈലിലേക്ക് അല്ലെങ്കിൽ ഈ മെയിലിലേക്ക് ഒരു OTP അയക്കും. അത് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക, എന്നിട്ട് വെരിഫൈ ആൻഡ് സബ്മിറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കൂടെ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ ഫോട്ടോ സിഗ്നേച്ചറാണ്. ഫോട്ടോ സിഗ്നേച്ചർ എന്നുള്ള ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ആ ഫോട്ടോ സിഗ്നേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ അപ്ലോഡ് ചെയ്യണം, അതുപോലെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. മാക്സിമം 2 MB കൂടാൻ പാടില്ല എന്നുള്ള കണ്ടീഷനുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇവിടെ ഈ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതിലൊരു ഫോട്ടോ എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾ കറക്റ്റ് നല്ല ക്ലിയറുള്ള ഇമേജ് കൊടുക്കണം. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇവിടെ സിഗ്നേച്ചറോടെ അപ്ലോഡ് ചെയ്തു. ഇനി ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ട് സബ്മിറ്റ് ആയിട്ടുണ്ട്. ഫോട്ടോ ആണ് സബ്മിറ്റ് ആയത്, സിഗ്നേച്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. 2 സബ്മിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എനിക്കത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇത് ചേഞ്ച് ആക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ 2 എൻ്റെ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് സബ്മിറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിനടുത്ത് ക്വാളിഫിക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വാളിഫിക്കേഷൻ നിങ്ങളിവിടെ ആഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ആഡ് ക്വാളിഫിക്കേഷൻ എന്നുള്ള ബട്ടൺ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് അവിടെ ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ളൊരു വിൻഡോ നിങ്ങൾക്ക് വരും. അപ്പോൾ അതിൽ നിങ്ങൾ ഇവിടെ ഏതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ നിങ്ങളിവിടെ സെലക്ട് ക്വാളിഫിക്കേഷൻ ലെവൽ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഹൈസ്കൂൾ 10th നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആ 10th എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതിനുശേഷം നമ്മൾ ഇവിടെ SSLC എന്നുള്ളത് കാണാം. ഇനി THSLCയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ SSLC എന്നുള്ളത് കൊടുക്കാം. ദെൻ ഇവിടെ നമുക്ക് SSLCയിൽ കോമൺ സബ്ജക്റ്റ് അല്ല, വിവിധ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേക സബ്ജക്റ്റോടെ ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നോട്ട് അപ്ലിക്കബിൾ എന്നുള്ള അവിടെ സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം ബോർഡ് ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്ന് കൊടുക്കാം നിങ്ങൾ കേട്ടോ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ മോഡ് ഓഫ് ക്വാളിഫിക്കേഷൻ റെഗുലർ ആയിട്ടാണോ പഠിച്ചത്, പാർട്ട് ടൈം ആയിട്ടാണോ ഉള്ളത് സെലക്ട് ചെയ്യാം. രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക അവിടെ. ദെൻ ഇയർ ഓഫ് പാസിങ് നമ്മൾ അടിച്ചു കൊടുക്കാം. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ഏതാണ് നിങ്ങൾക്ക്, തേർഡ് ക്ലാസ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഗ്രേഡ് ആണെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഫസ്റ്റ് ക്ലാസ് പെർസെൻറ്റേജ് നോക്കിയിട്ട് അതിനനുസരിച്ച് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക്. ദെൻ നിങ്ങൾക്ക് പെർസെൻറ്റേജ് എത്ര ഉണ്ടെന്ന് കാണാം. ഓക്കെ, 88% ആണെങ്കിൽ 88 എന്നോട് അടിച്ചു കൊടുക്കാം. അപ്പോൾ SSLCയുടെ ശതമാനമൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈറ്റിൽ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈസി ടൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ കയറിയിട്ട്, അപ്പോൾ സൈറ്റിൻ്റെ ഒക്കെ ലിങ്കൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാനും ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് SSLCയുടെ പെർസെൻറ്റേജ് ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ
നിങ്ങൾക്ക് ഇതാ നിങ്ങളുടെ ഗ്രേഡ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങളുടെ ഏകദേശം ഒരു പെർസെൻറ്റേജ് നമുക്ക് അറിയാൻ പറ്റും, കറക്റ്റ് അറിയാൻ പറ്റില്ല കേട്ടോ. അതായത് കറക്റ്റ് അറിയണം നമ്മൾ പരീക്ഷാഭവനിൽ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏകദേശം പെർസെൻറ്റേജ് അറിയാം. ഇനി ആ പെർസെൻറ്റേജ് നിങ്ങൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ വീഡിയോയും പാടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും പാടെ അക്യൂറേറ്റ് ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, രണ്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മൾ പെർസെൻറ്റേജ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഞാൻ ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. ഞാൻ അവിടെ സബ്മിറ്റ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ കാണാം ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുൾ എന്ന് കാണാം. അപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് നമ്പർ ഇട്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് പോകാം. വീണ്ടും ആഡ് എന്ന് കൊടുക്കാം. ഇനി നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 12th എന്ന് കാണാം, അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ +2 എന്നുള്ളവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് ഇനി ഡിഗ്രി ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഇവിടെ ഡിപ്ലോമ ഉണ്ട്, പോസ്റ്റ് ഡിപ്ലോമ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാജുവേഷൻ. ഡിഗ്രി ആണെങ്കിൽ ഗ്രാജുവേഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ BA BCom BSc ഏതാണെന്ന് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി SSLC മാത്രമേ ഇവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിനടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് കാണാം ഡിസബിലിറ്റി ഓർ ഏജ് റിലാക്സേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് എക്സ് സർവീസ്മാൻ ആണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, അതായത് PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യാം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യുക, സബ്മിറ്റ് എന്ന് കൊടുത്തിട്ട് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അത് ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഇനി ഇവിടെ ജനറൽ ഡീറ്റെയിൽസ് ആണ്. എല്ലാ പോസ്റ്റും ഈ ഡീറ്റെയിൽസ് നമ്മളത് ഫില്ല് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇതെല്ലാ പോസ്റ്റും പാടുള്ള ഡീറ്റെയിൽസ് ആണ്. എസ്എർനോ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇവിടെ കമ്പ്യൂട്ടർ നോളജ് അത് ഉണ്ടോയെന്നാണ് അത് യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ യെസ് എന്ന് കൊടുത്താൽ അത് ഏത് മേഖലയിലാണ് നമുക്ക് ആ നോളജ് ഉള്ളത്, അതായത് നിങ്ങൾക്ക് MS വേർഡോ എക്സലോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് നിങ്ങൾക്ക് PPT ആണെങ്കിൽ PPT എന്ന് കൊടുക്കാം. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതിലാണോ നോളജിൽ വെച്ചാൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് കൊടുത്താൽ മതി. എന്തെങ്കിലും അഡീഷണൽ ക്വാളിഫിക്കേഷൻ്റെ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ നമ്മളോട് ഏതെങ്കിലും സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ ഇതിൽ നമ്മൾ എന്താണ് കക്ഷിയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോ കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക. പിന്നെ നമ്മൾ DBAR ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും പ്രീവിയസ് സെലക്ഷൻ പബ്ലിക് അതോറിറ്റി ഏതെങ്കിലും നമ്മൾ DBAR ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കൊടുക്കട്ടോ, അതൊക്കെ നോ കൊടുക്കുക. പിന്നെ ഏതെങ്കിലും സെലക്ഷനിൽ നമ്മളെ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് നമ്മളെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ നമ്മൾ പബ്ലിക് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് സെലക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നെലിജിബിൾ ആയിട്ട് നമ്മളെ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്, അതൊക്കെ നമ്മൾ നോ കൊടുക്കുക. പിന്നെ നമ്മൾ ഈ പറയുന്ന എന്താണ് ഗവൺമെൻറ് സർവീസ്, സെൻട്രൽ സ്റ്റേറ്റ് സർവീസ് എന്നൊക്കെ നമ്മൾ ഡിസ്മിസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോ കൊടുത്താൽ മതി. പിന്നെ എന്തെങ്കിലും പെനൽറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ സർവീസിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോ കൊടുക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡിസിപ്ലിനറി ആയിട്ടുള്ള ആക്ഷൻസ്, അതായത് എന്തെങ്കിലും വിജിലൻസ് എൻക്വയറി കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ടുണ്ടോ എന്നുള്ളതാണ് ഒക്കെ നോ കൊടുക്കുക കേട്ടോ. ഇത് നമ്മുടെ സബ്മിറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. ഇതെല്ലാ പോസ്റ്റിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് നമ്മൾ ചെയ്യണം. പിന്നെ ഇനിയിപ്പോൾ അത് ഹൈക്കോർട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ കാര്യങ്ങളൊന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഇതും കൂടെ വേണമെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാം, കാരണം ഹൈക്കോർട്ട് പോസ്റ്റുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാദറിൻ്റെ ഒരു മദറിൻ്റെ ആരെങ്കിലും പേര് ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, റിലേഷൻഷിപ്പ് ഫാദറാണോ മദറാണോ കൊടുക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ കൊടുക്കാം. ഇവിടെ സബ്മിറ്റ് എന്നും കൊടുക്കാം. അത് മതി. ഇത്രയും കാര്യങ്ങൾ അവിടെ ഫില്ല് ചെയ്താൽ മതി. ഇനി വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഒന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് വൺ ടൈം രജിസ്ട്രേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വൺ ടൈം രജിസ്ട്രേഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇനി നിങ്ങൾക്ക് ഇവിടെ ഡാഷ്ബോർഡ് എന്നുള്ള ഭാഗം കാണാം, അതിലും ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ റിക്രൂട്ട്മെന്റ് പോർട്ടൽ നമ്മൾ OTR ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട, ഇനി എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏത് ആപ്ലിക്കേഷൻ വന്നാലും നമ്മൾ ഈ പറയുന്ന യൂസർ നെയിം പാസ്വേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ കയറി നിങ്ങളുടെ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കാണാം. നിലവിൽ ഏതെങ്കിലും ലൈവ് ആയിട്ടുള്ള വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ആവുന്നതിൻ്റെ അവിടെ നിങ്ങൾക്ക് അതിൻ്റെ കൗണ്ടൊക്കെ കാണിക്കും. ഇപ്പോൾ നിലവിൽ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഓൺഗോയിങ് ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കണമെന്നാണ്. ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ കാണാൻ നിങ്ങൾക്ക്, അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതാ വ്യൂ എന്നുള്ള അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം റിക്രൂട്ട്മെൻറ്റ് നമ്പർ ഇവിടെ കാണാം. നിങ്ങൾക്ക് കാണാം ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫോർ ടു ദ പോസ്റ്റ് ഓഫ് ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം 2024 ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. ഇവിടെ കാണാം ചെക്ക് എലിജിബിലിറ്റി ആൻഡ് അപ്ലൈ എന്നുള്ള ബട്ടൺ കാണാം. അതിലായിട്ട് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്ലൈ എന്ന് കാണാം. ഓക്കെ, ഇവിടെ അപ്ലൈൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇന്നെലിജിബിൾ എന്നൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് ഇന്നെലിജിബിൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണിക്കട്ടെ. PSCയുടെ പോലെ തന്നെ ഏകദേശം അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇന്നെലിജിബിൾ എന്ന് കാണിക്കും, നിങ്ങൾ എലിജിബിൾ അല്ലെങ്കിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആ അപ്ലൈ എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും നമ്മുടെ പ്ലേസ്, നമ്മുടെ പ്രദേശത്തിൻ്റെ പേര് കൊടുക്കാം. അതിന് മുൻപ് നമ്മളുടെ ഏത് എക്സാം സെൻറ്റർ നമ്മൾ സെലക്ട് ചെയ്യണം. എവിടെയാണ്, ഇപ്പോൾ ഞാനിവിടെ കോഴിക്കോടാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിവിടെ പ്ലേസ് കൊടുക്കാം.
ഓക്കെ, നമ്മളവിടെ പ്ലേസ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഷോർട്ടാക്കി കൊടുത്താണ്. ഡേറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ദെൻ നമ്മൾ SSLC പാസ്സായിട്ടുണ്ടോ എന്നുള്ളതാണ് ഡിക്ലറേഷൻ, അത് ചോദിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഡിഗ്രി എന്താണ് നമുക്ക് ഉണ്ടാകാനും പാടില്ല. അതിൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആക്കിയിട്ട് വീഡിയോയിൽ പറയാം ലാസ്റ്റ് കേട്ടോ. ഇന്ന് നമ്മളിതൊക്കെ ക്ലിയർ ആണ്, നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. അതിന് മുന്നേ നിങ്ങൾക്ക് പ്രിവ്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അപേക്ഷയുടെ ആ ഒരു പ്രിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. സിഗ്നേച്ചർ വരെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ഫോട്ടോ മുകളിൽ കാണാം. അപ്പോൾ അതൊക്കെ ക്ലിയർ ആണോ നോക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മളോട് നമ്മുടെ കൺഫർമേഷൻ ചോദിക്കും. അപ്പോൾ യെസ് പ്രൊസീഡ് എന്ന് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫീ അടയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പം നമുക്കൊരു ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് നമ്മൾ അതിലേക്ക് ഒരു അപേക്ഷയായിട്ട് പോയി കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സബ്മിറ്റ് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ സബ്മിറ്റ് എന്ന് കൊടുത്ത് ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്ത് പോയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മറ്റു കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്ന പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ പേജിലേക്കായിരിക്കും വരിക. നിങ്ങൾ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ ആവുന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ ലോഗിൻ പേജാണ് വരിക. ഓക്കെ, ഓൾറെഡി നിങ്ങൾ എന്താണ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ക്യാപ്ച കോഡ് അടിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ജസ്റ്റ് ലോഗിൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ ഡാഷ്ബോർഡ് ഇതേപോലെ നമുക്ക് ഡാഷ്ബോർഡിലേക്ക് നമുക്ക് എത്തും. ഓക്കെ, ഇനി അതെല്ലാം ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ രജിസ്റ്റർ ചെയ്യണം. അതാണ് ഞാൻ വീഡിയോ ഓൾറെഡി കാണിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ നോട്ടിഫിക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പം നിങ്ങൾക്ക് എക്സാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പലരും കമൻറ്റായിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു പെട്ടെന്ന് തന്നെ ഉണ്ടാവും, നിങ്ങൾ പ്രതീക്ഷിച്ച് പഠിക്കുക. നമുക്ക് കറക്റ്റായൊരു ഡേറ്റ് തന്നിട്ടില്ല. പിന്നെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റും ലാസ്റ്റ് ഡേറ്റും ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഓൺലൈൻ അപേക്ഷയുടെ ഓക്കെ, ഓൺലൈനിലൂടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 5/6/2 ജൂൺ 5 മുതൽ നിങ്ങൾക്ക് അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2/7 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 2/7 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് മാക്സിമം ഷെയർ ചെയ്തുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഡിഗ്രി നമ്മൾ ക്വാളിഫൈഡ് ആകരുത് എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. ഡിഗ്രി ക്വാളിഫൈഡ് ആയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് ഡിപ്ലോമയോ ITI അങ്ങനെയൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ, അതായത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് ഓവർ ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. ഇതിൽ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ജസ്റ്റ് SSLC കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ജസ്റ്റ് SSLC പാസ്സായ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പം 34 വേക്കൻസിയാണ് നിലവിലുള്ളത്. പിന്നെ ഒരു വർഷം വരെ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ വേക്കൻസി ഒക്കെ നമുക്ക് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരു ബെനിഫിറ്റായിട്ട് കൂട്ടി നിങ്ങൾക്ക് നിങ്ങളുടെ വേണമെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കാം. ഇതിന് മെറ്റീരിയൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഇതിലേക്ക് നമുക്ക് എക്സാം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മെയിൽ വഴി നമ്മൾ അറിയിക്കും. ഇടയ്ക്ക് നിങ്ങളുടെ ഇതിലൊന്ന് ലോഗിൻ ചെയ്ത് ഡാഷ്ബോർഡ് ഒന്ന് നോക്കാവുന്നതാണ് നിങ്ങൾക്ക്. ഓക്കെ, എന്തെങ്കിലും മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സൈറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ചാനലുകളോ അതിലെങ്കിലൊക്കെ നമ്മൾ അത് ഇടുകയും ചെയ്യും, ഇൻഫോം ചെയ്യും നിങ്ങളെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. എക്സാം ഉടനെ തന്നെ ഉണ്ടാവുന്നുള്ള ലെവലിൽ തന്നെ പഠിക്കാം. പിന്നെ ഡിഗ്രിയുടെ കാര്യം, ഇപ്പോൾ ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് 2/7/2024 ആണല്ലോ. ആ 2/7/2024 ഉള്ളിൽ നിങ്ങളത് കംപ്ലീറ്റ് നിങ്ങൾ ചെയ്യുന്നവരാണ്. ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഡിഗ്രി ഡിഗ്രി നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് നേടാൻ പാടില്ല എന്നുള്ള കണ്ടീഷനാണ്. ഡിഗ്രി നിങ്ങൾ ക്വാളിഫൈഡ് ആകാൻ പാടില്ല എന്ന കണ്ടീഷനാണ് കേട്ടോ. ഓക്കെ, ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. കാരണം നമ്മളൊരു അഫിഡവിറ്റ് അവിടെ കൊടുക്കും. ഈ ഇൻ്റർവ്യൂവിന് നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന എന്താണ് ടെസ്റ്റിനൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരു അഫിഡവിറ്റ് കൊടുക്കണം, സത്യവാങ്മൂലം കൊടുക്കണം, നമുക്ക് ഡിഗ്രി ഇല്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ലോജിക്ക് യൂസ് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം നിങ്ങൾ ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഡിഗ്രി ഇല്ല എന്ന് പറഞ്ഞ് കൊടുത്താൽ ശരിയല്ല, അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഡിഗ്രി ഉള്ളവർ ഇത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇത് മാക്സിമം നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക് യു.